ഗാനം ആടും വിനായക ആടും വിനായക ആടും വിനായക ആടും വിനായക ജ്ഞാനം തനേയരുളും വിഘ്നരാജ വിനായക വികടയാനന്ദ നടനോ ആടും വിനായക ജ്ഞാനം തനേയരുളും വിഘ്നരാജ വിനായക വികടയാനന്ദ നടനോ ആടും വിനായക ജ്ഞാനം തനേയരുളും വിഘ്നരാജ വിനായക വികടയാനന്ദ നടനോ ആടും വിനായക വാനോടും വള്ളോടും വണക്കിടും സുമുഖ മാനോടു മരുവോ തും ശിവബാല വാനോടു പണ്ണോടു വണക്കിടും സുമുഖ മാനോടു മരുവോ തും ശിവബാല സരി സരി മരി മപ മപനി പനി സനി സനി മരി സരി സനി പനി മരി സരി മപനി പനി സരി മരി സനി രി സനി സനി മരി സരി സരി മരി മപ മപനി പനി സനി രി സനി മരി സരി സനി പനി മപ മരി മരി സരി മപനി പനി സരി മരി സനി രി സനി മരി ഗമരി സയാനന്ദ നടനോ ആടും വിനായക ബാലചന്ദ്രമുഖ ഗജനന പാർവതി മകിഴും ഗജവദന വടിവേലൻ വണങ്ങിടും വാമന രൂപ മടിയിലേന്തുമാനോന്നരുക ബാലചന്ദ്രമുഖ ഗജനന പാർവതി മകിഴും ഗജവദന വടിവേലൻ വണങ്ങിടും വാമന രൂപ മടിയിലേന്തുമാനോന്നരുക നാഗകങ്കണവും പാശാങ്കുശവും ഏന്തും ഗണനാഥനെ വണങ്ങും വേഗമാക്ക വந்தருள் தந்து சோகம் தீர்ப்பவனை முரளி பணிந்திடும் சரி சரி மரி மப மபனி பனி சனி சனி மரி சரி சனி பனி மப மரி மரி சரி மபனி பனி சரி மரி சனி சனி மரி கமரி சயானந்த நடனோ ആടും വിനായക ജ്ഞാനം തനേയരുളും വിഘ്നരാജ വിനായക വികടയാനന്ദ നടനോ ആടും വിനായക വിനായക
ഈ ഒരു പെർഫോമൻസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അടിപൊളിയാണ്, സൂപ്പർ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് കറക്റ്റ് ജഡ്ജ്മെന്റ് തരാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. അറിഞ്ഞ മുറഞ്ഞു ഇപ്പൊ കേട്ടോണ്. ദേവി അതിനാപ്റ്റ് എന്തല്ല ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ അല്ല ഈ ഡാൻസ് കാണുന്നപ്പോ ഞാൻ എല്ലാവരുടെ എക്സ്പ്രഷൻ കണ്ടു. എല്ലാവരും കാലിലിങ്ങനെ നോക്കുന്നുണ്ട്, കൈകളിൽ നോക്കുന്നുണ്ട്, മുഖത്തെ. അതല്ല അത് ക്ലാസിക്കൽ അറിയാവുന്നവരുടെ കുഴപ്പമാണ്. അല്ല അതൊരു അത് നമ്മൾ ആസ്വദിക്കുന്നതിന്റെ പോരായ്മയില്ല, കുറ്റം കണ്ടുപിടിക്കുക. നമ്മൾ അറിയാതെ കാല് വരുന്നുണ്ടോ, കൈ ശരിയാണോ, മുഖം ശരിയാണോ, അതെല്ലാം അറിയാതെ നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എലീന പറഞ്ഞത് ജഡ്ജ് ചെയ്യാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എത്ര മാർക്ക് ഇട്ടാലും ഞങ്ങൾക്ക് പാചകത്തിന് തരുന്ന പോലത്തെ മാർക്ക് ഇടരുത്. അതിന്ന് ഒരു മാർക്ക് കേട്ടിട്ട് കുറെ നാൾ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സൗമ്യയായിട്ട് പ്രസാദായിട്ട് ഒത്തിരി ഷോസ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സൗമ്യ ക്ലാസിക്കൽ കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. കാരണം എൻ്റെ ഒരുപാട് ജൂനിയറായിട്ട് ആർമി എൻ്റെ സീനിയറായിട്ട് പഠിച്ചു പോയതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ PGക്ക് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഒത്തിരി നേരത്തെ പഠിച്ചു പോയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. ക്ലാസിക്കിന് ഞാൻ അങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പഠിച്ച ഒരാൾ നന്നായി എന്നല്ലാതെ പിന്നെ മോശമായി എന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടും. അല്ല, താങ്കൾക്ക് ക്ലാസ്സിൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചത്. ഈ പറഞ്ഞ ആൾക്ക് കൃത്യമായിട്ടെല്ലാം മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല. എന്തിനെ പറ്റിയാ പറഞ്ഞെന്നെങ്കിലും മനസ്സിലായി. അത് ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു. ലാസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ എടുത്തില്ലേ, അത് വിഗ്രഹം. അയ്യോ, ആ വിഗ്രഹം എടുത്ത് തലേ ചുവന്ന് പോണോന്ന് ഡാൻസ് അല്ലായിരുന്നു വിഗ്രഹം എടുത്ത്. എന്തിനെ പറ്റിയാ? വിനായകൻ. അതെനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. വിനായകൻ. അയ്യോ, അതെനിക്ക് അറിയണം, അറിഞ്ഞിരിക്കണം. എലീനക്ക് മനസ്സിലായത് വിനായകന്റെ കൗണ്ടറിനെ കുറിച്ച്. അയ്യോ, അല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊരു ഫോം ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു, അതൊരു സെമി, അതെങ്ങനെയാണ്? ഭരതനാട്യം പ്യോർ ക്ലാസിക്കൽ. ഓ സൂപ്പർ. ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെന്താ, തീർച്ചയായും. അല്ല, എന്നെ പഠിപ്പിച്ചിട്ട് ഞാനത് കളിക്കുമ്പോ ഇവർ രണ്ടുപേരും ജഡ്ജ് ചെയ്യും. അതുപോലെ അല്ല, ഇത് ഡാൻസ് ആയിരുന്നു, കുക്കറി ആയിരുന്നു. ചേട്ടൻ അറിയാന്ന്. താങ്കൾക്ക് സ്വന്തമായിട്ട് താങ്കളുടെ പാർട്ട്ണർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു നല്ല എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ടേക്കാണ്. അല്ല, ഒറ്റയ്ക്ക് കളിക്കാന്നാ പറഞ്ഞേ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ചേട്ടാ. ചേട്ടൻ ആഗ്രഹം നല്ല അത്യാഗ്രഹം പാടില്ല. ഇതൊക്കെ കളിക്കുമെന്ന് പറഞ്ഞില്ല. ചേട്ടൻ കളിച്ചോട്ടെ, പാവല്ലേ. ഇന്നല്ല പിന്നെ പഠിച്ചതിനെ കൊണ്ട് പണി എടുപ്പിക്കണ്ട. പിന്നെ പഠിച്ചിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരവാ. ഇന്ന് കളിക്കട്ടെ ചേട്ടൻ, പാവം കൊതിച്ചല്ലേ എന്നൊക്കെ. എന്തൊരു ജോലിയാണ്. ഞങ്ങള് വന്നപ്പോഴേ പറഞ്ഞു ചേട്ടൻ എന്നെ ബൂസ്റ്റ് ചെയ്യും, ഞാൻ ചേട്ടനെ ബൂസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും ബൂസ്റ്റ് നിർത്തിക്കേ. അവർ രണ്ടോട് ചോദിക്കട്ടെ ഈ പെർഫോമൻസിനെ പറ്റി. അടിപൊളിയായിരുന്നു, ഗംഭീരം. ഒന്നും പറയാനില്ല. ഗംഭീരമായിരുന്നു. ഒന്ന് പറയാൻ അറിയാത്തോണ്ടാണ്. ചേച്ചി കുറെ വർഷം ആയോ ഡാൻസ് കളിച്ചിട്ട്? അതോ ഇപ്പൊ ഇടയ്ക്ക് ഷോയിങ്ങാനും ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കൊറോണ ആ ഒരു 2 വർഷം നമ്മൾ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. സാധാരണ നമ്മൾ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുമ്പോഴെങ്കിലും കളിക്കും. പക്ഷെ ഇത് പഠിപ്പിക്കാനും പോകണില്ല, ഒന്നുമില്ലാതെ ചേച്ചി ഞാനൊക്കെ വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ. എന്നൊക്കെ ആരെങ്കിലും വന്നിങ്ങനെ ഇരുന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു ടച്ച് ഇച്ചിരി വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് പതുക്കെ ഒന്നും കൂടെ ഇവിടെയാ ചെയ്യണത്. ഇതൊരു തുടക്കം ആയിക്കോട്ടെ. ഇനി അങ്ങോട്ട് കുറെ ഷോകൾ. ഞാനങ്ങ് നോക്കുമായിരുന്നു, ഈ ഫ്രണ്ടിലത്തെ കാലും ബാക്കിലത്തെ കാലും ഒരുപോലെ എങ്ങനെ അടിക്കാൻ പറ്റും. അത് നമുക്ക് സൗണ്ട് കേൾക്കാല്ല, നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പോ പവർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ രശ്മി പറയുന്നത് എന്റെ മനസ്സിലൊരു ഇടിയാ. ഫസ്റ്റ് ഡേ ഞാനൊരു ആവേശത്തിന് പറഞ്ഞിരുന്നു ഇവിടുന്ന് പോകുന്നതിന് ഇപ്പൊ ചോദിച്ചപ്പോ 2 കാലും ഒന്നിച്ച് ചവിട്ടണല്ലേ. നല്ലതാണത് കേട്ടോ, നല്ലതാണ്. ഒരുപാട് എപ്പിസോഡ് പോകുന്നുള്ളതിന്റെ തെളിവാണ്. ചേട്ടൻ എന്നെ ഒരു പാചകക്കാരിയാക്കും, ദേവി എന്നെ ഒരു ഡാൻസറും ആക്കും. ചേച്ചി അപ്പൊ തന്നെ നമുക്ക് കുറെ വർഷത്തേക്ക് പണിയും ഉണ്ടാവും. ഈ ഭരതനാട്യം കഴിയുന്ന സമയത്ത് കുറച്ച് മുമ്പ് ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് 2 രഹസ്യമായിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു തരുന്നെങ്കിൽ എനിക്കൊന്ന്
ഇതാകുമായിരുന്നു, ഒന്ന് സൈറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നും നിനക്ക് പറഞ്ഞില്ല. അങ്ങനെയെങ്കിലും പറ്റും, എനിക്കതെങ്കിലും പറ്റും. പറഞ്ഞു തരാനെങ്കിലും ആളുണ്ട്. പറഞ്ഞു തരാനെങ്കിലും ആളുണ്ട്.